നമസ്കാരം. നായർ സമുദായം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ വഹിച്ച പങ്ക് നിസ്തുലമാണ്. മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന കാലം മുതൽക്ക് തന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിലെ സൈനിക വിഭാഗമായും അതായത് പടയാളി വർഗമായിട്ടും ഭൂവുടമകളായും പ്രാദേശിക ഭരണാധികാരികളായും നായന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഈ ചരിത്രപരമായ മുൻതൂക്കം ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും വിവിധ സർക്കാർ സർവീസുകളിലേക്കും കലാ സാംസ്കാരിക മേഖലകളിലേക്കും സ്വാഭാവികമായി വ്യാപിച്ചിട്ടുണ്ട്. ജാതി ശ്രേണിയിൽ നമ്പൂതിരിമാർക്ക് തൊട്ടു താഴെയായി നിന്നിരുന്നതിനാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വരവോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും ആധുനിക ഭരണ സംവിധാനങ്ങളിൽ പ്രവേശിക്കാനും നായർ സമുദായത്തിന് എളുപ്പത്തിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാംസ്കാരിക മേഖലകളായിട്ടുള്ള സാഹിത്യം, കല, നാടകം, സിനിമ, അതുപോലെ ഭരണനിർവഹണത്തിലെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവിടങ്ങളിൽ ഈ സമുദായത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന ശക്തമായ സ്വാധീനം മറ്റു സമുദായങ്ങളുടെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്നതുവരെ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിർത്താൻ കഴിഞ്ഞു. ഈ ചരിത്രപരമായ ആധിപത്യത്തിന്റെ വേരുകളും അത് സമകാലിക കേരള സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനവുമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. അതിന് നായന്മാരുടെ ചരിത്രം അറിയണം. കേരളത്തിലെ സാമൂഹിക ഘടനയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന പ്രബലമായ ഒരു ഹൈന്ദവ സമുദായം തന്നെയാണ് നായർ സമുദായം എന്നറിയപ്പെടുന്നത്. നായർ എന്ന പേരിന്റെ ഉത്ഭവം സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. നായകൻ അതായത് നേതാവ് എന്ന വാക്കിൽ നിന്നോ അല്ലെങ്കിൽ നാഗർ അതായത് പാമ്പിനെ ആരാധിച്ചിരുന്നവർ എന്ന വാക്കിൽ നിന്നോ ആണ് ഈ പേരുണ്ടായത് എന്നാണ് പൊതുവായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. നായർ എന്ന പദവി പണ്ടുകാലത്ത് ഒരു പ്രത്യേക ജാതിയെ മാത്രമല്ല, രാജാവിന്റെ സേവകരെയും അതുപോലെ തന്നെ നാടുവാഴികളെയും ഉൾപ്പെടുന്ന ഒരു വിശാലമായ പടയാളി വർഗത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. നായർ സമുദായത്തിലെ അംഗങ്ങൾ പലപ്പോഴും വിവിധ നാട്ടുരാജ്യങ്ങളുടെ സൈനികർ എന്ന നിലയിലും അതുപോലെ തന്നെ പ്രഭുക്കന്മാർ എന്ന നിലയിലും ഭൂവുടമകൾ എന്ന നിലയിലും പ്രാദേശിക ഭരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നായർ സമുദായത്തിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ചരിത്രരേഖ ലഭ്യമല്ല എന്നതാണ് പറയാനുള്ളത്. എങ്കിലും പ്രധാനമായും രണ്ട് സിദ്ധാന്തങ്ങളാണ് ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തേത് നാഗഗോത്രത്തിൽ നിന്നുള്ള കുടിയേറ്റ സിദ്ധാന്തമാണ്. പിൻകാല ചേര സാമ്രാജ്യത്തിന്റെ അതായത് കുലശേഖര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം വടക്ക് നിന്നോ അല്ലെങ്കിൽ തുളുനാട് പോലെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നോ AD 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ നാഗവംശജർ കേരളത്തിലേക്ക് കുടിയേറി സൈനിക സേവകരായി മാറി എന്നതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. രണ്ടാമത്തെ സിദ്ധാന്തം നായർ സമുദായം കേരളത്തിലെ പ്രാദേശിക ദ്രാവിഡ ജനതയുടെ ഭാഗമായിരുന്നു എന്നും പിന്നീട് ഭൂവുടമസ്ഥയുടെയും സൈനിക വൃത്തിയുടെയും അടിസ്ഥാനത്തിൽ ഇവർ ഒരു പ്രത്യേക സാമൂഹിക വർഗമായി രൂപപ്പെട്ടു എന്നുമാണ്. ചേര രാജാക്കന്മാരുടെ സൈന്യത്തിൽ ഇവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ചേര ഭരണത്തിന്റെ തകർച്ചയോടെ ഇവർ പല നാടുവാഴികളായി പിരിയുകയും പ്രാദേശിക അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. നായർ സമുദായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിൽ ഒന്ന് അവരുടെ മരുമക്കത്തായ സമ്പ്രദായം തന്നെയാണ് അല്ലെ. കുടുംബത്തിലെ സ്വത്ത് അമ്മ വഴിക്ക് മക്കൾക്കോ മരുമക്കൾക്കോ ലഭിക്കുന്ന ഈ സമ്പ്രദായം കേരളത്തിലെ നായർ കുടുംബങ്ങൾ അതായത് നായർ തറവാടുകളിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ചുള്ള വലിയ കുടുംബങ്ങളെ തറവാട് എന്നും ഈ കൂട്ടുകുടുംബങ്ങളെ നിയന്ത്രിച്ചിരുന്ന കാരണവർ എന്നും വിളിച്ചു. സൈനിക വൃത്തിയിലും ഭരണപരമായ കാര്യങ്ങളുമായി പുരുഷന്മാർ പുറത്തു പോകുമ്പോൾ സ്വത്തും കുടുംബവും നിയന്ത്രിച്ചിരുന്നത് ഇവിടുത്തെ അതായത് നായർ വീടുകളിലെ സ്ത്രീകളായിരുന്നു. ഈ സാമൂഹിക വ്യവസ്ഥിതിയാണ് നായർ സ്ത്രീകളുടെ ഉന്നതമായ സ്ഥാനത്തിന് കാരണമെന്നാണ് പറയുന്നത്. കൂടാതെ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ നായർ സമുദായത്തിന് വലിയ പ്രാധാന്യവും ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ സൈന്യത്തിലെ നട്ടെല്ലായിരുന്നു നായർ പടയാളികൾ. യൂറോപ്യൻ ശക്തികൾ കേരളത്തിൽ പ്രബലരാകുന്നത് വരെ രാഷ്ട്രീയമായും സൈനികമായും നായർ സമുദായം നിർണായക സ്വാധീനം കേരളത്തിൽ ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് ആധുനിക വിദ്യാഭ്യാസം വ്യാപിച്ചതോടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും സ്വാതന്ത്ര്യാനന്തരവും ഭരണപരമായ പദവികളിലും ഉദ്യോഗസ്ഥങ്ങളിലും ഇവർ മുന്നിട്ട് തന്നെ നിന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട് മരുമക്കത്തായ സമ്പ്രദായം അതുപോലെ തന്നെ പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ അനാചാരങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും സമുദായത്തെ ആധുനികവൽക്കരിക്കാനും നായർ സർവീസ് സൊസൈറ്റി അതായത് ഇന്നത്തെ NSS പോലെയുള്ള സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. NSSന്റെ രൂപീകരണത്തോടെയാണ് നായർ സമുദായം ഒരു സംഘടിത ശക്തിയായിട്ട് കേരളത്തിൽ മാറി തുടങ്ങിയത്. ഇന്ന് വലിയ ശക്തി തന്നെയാണ് അല്ലെ. കേരളത്തിലെ പരമ്പരാഗത ജാതി ശ്രേണിയിൽ ഏറ്റവും മുകളിൽ ബ്രാഹ്മണരായ നമ്പൂതിരിമാർക്ക് തൊട്ട് താഴെയായിരുന്നു ഈ നായർ സമുദായത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടിയത്.
സൈനിക വൃത്തിയും ഭൂവുടമസ്ഥതയും കൊണ്ട് പ്രബലരായിരുന്നുവെങ്കിലും നായന്മാർക്കിടയിൽ കർശനമായ ജാതിബോധവും ഉപജാതി വ്യവസ്ഥിതികളും നിലനിന്നിരുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കിരിയത്ത്, ഇല്ലത്ത്, സ്വരൂപം, പള്ളിച്ചൽ എന്നിങ്ങനെ പല തട്ടുകളായിട്ട് അവർ വിഭജിക്കപ്പെട്ടിരുന്നു. ഈ ഉപജാതികൾക്കിടയിൽ പരസ്പരം വിവാഹ ബന്ധങ്ങളോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതികളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഉപജാതി ബോധം നായർ സമുദായത്തിന്റെ ആഭ്യന്തര ഐക്യത്തെ ദുർബലപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ താഴ്ന്ന ജാതിക്കാരോട് കർശനമായ അകലം പാലിച്ചിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയാണ് നായന്മാർക്കിടയിൽ നിലനിന്നിരുന്നത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നീ അനാചാരങ്ങൾ കർശനമായി പാലിക്കുകയും തങ്ങൾക്ക് താഴെയുള്ള സമുദായങ്ങളെ സ്വന്തം തറവാട്ടിൽ നിന്ന് പോലും അകറ്റി നിർത്തുകയും ചെയ്തിരുന്നവരാണ് ഈ നായന്മാർ. നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യത്വരഹിതവുമായ ആചാരങ്ങളായിരുന്നു പുലപ്പേടി, മണ്ണാപ്പേടി എന്നിവ. രാത്രികാലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനോ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള അവകാശം ചില പ്രദേശങ്ങളിൽ പതിവുണ്ടായിരുന്നു. അതായത് വളരെ സ്ത്രീവിരുദ്ധമായ ഒരു ആചാരം. പേടിച്ച് പുറത്തു വരുന്ന സ്ത്രീകളെ പിന്നീട് സമുദായത്തിൽ തിരിച്ചെടുക്കില്ലായിരുന്നു. ഈ ദുരാചാരങ്ങൾ നായർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷിതത്തെയും ഹനിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ മരുമക്കത്തായം നിലനിന്നിരുന്നതിനാൽ നായർ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി പലതരം ബന്ധങ്ങൾ, അതായത് നമ്മൾ പറയുന്ന പോലെ സംബന്ധങ്ങൾ അനുവദിച്ചിരുന്നു. ഇത് സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു സംബന്ധ സമ്പ്രദായം തന്നെയായിരുന്നു. നായർ സമുദായത്തിന് നമ്പൂതിരി ഇല്ലങ്ങളുമായിട്ടുള്ള ബന്ധം സങ്കീർണവും എന്നാൽ വ്യക്തമായ നേട്ടങ്ങൾ നൽകുന്നതുമായിരുന്നു. ജാതി ശ്രേണിയിൽ തങ്ങൾക്ക് താഴെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഭരിക്കാനും നിയന്ത്രിക്കാനും നായന്മാർക്ക് അധികാരം നൽകിയിരുന്നത് നമ്പൂതിരിമാരുമായിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള അടുത്ത ബന്ധം തന്നെയാണ്. ബ്രാഹ്മണർക്ക് സൈനിക വൃത്തി പാടില്ലായിരുന്നതിനാൽ ക്ഷേത്രങ്ങളെയും ഇല്ലങ്ങളെയും നാട്ടുരാജ്യങ്ങളെയും സംരക്ഷിക്കാനുള്ള സൈനികാധികാരം നായർ സമുദായത്തിന് മേലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പകരമായിട്ട് നായർ പ്രമാണിമാർക്ക് നമ്പൂതിരിമാരുടെ കീഴിൽ അധികാരം നിലനിർത്താൻ സാധിച്ചു എന്നതാണ് ഇവിടെ പറയാനുള്ളത്. കൂടാതെ ബഹുഭാര്യത്വം അനുവദനീയമായിരുന്ന നമ്പൂതിരിമാർ നായർ തറവാടുകളിലെ സ്ത്രീകളുമായി സംബന്ധം എന്ന പേരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്പൂതിരിയുമായുള്ള ഈ ബന്ധം നായർ തറവാടുകൾക്ക് സാമൂഹികമായി ഉയർന്ന പദവി നേടിക്കൊടുക്കുകയും അവരുടെ ജാതീയമായ പരിശുദ്ധി നിലനിർത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സാമ്പത്തികമായും അതുപോലെ സാംസ്കാരികമായും ഈ ബന്ധം നിലനിർത്തുന്നതിലൂടെ തറവാടിന് നേട്ടമാണ് ഉണ്ടായത്. ഈ ബന്ധം നായർ സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്തിയിട്ടില്ലെങ്കിലും നായർ സമുദായത്തിന്റെ ജാതിപരമായ മേൽക്കോയ്മ നിലനിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന ഈ അസമത്വങ്ങളും ദുരാചാരങ്ങളുമാണ് പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നായർ സർവീസ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും ഉദയത്തിനും മരുമക്കത്തായം പോലുള്ള സമ്പ്രദായങ്ങളെ ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കും വഴി തുറന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നായർ സമുദായത്തിന്റെ പരമ്പരാഗത സാമൂഹിക ഘടനയിൽ പ്രത്യേകിച്ച് മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ സംബന്ധം എന്ന ബന്ധത്തിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. സംബന്ധം എന്നത് വിവാഹത്തിന് സമാനമായ ഒരു സാമൂഹിക ബന്ധമായിരുന്നു എങ്കിലും ഇത് നിയമപരമായി വിവാഹ ബന്ധം പോലെ ദൃഢമായിരുന്നില്ല എന്നതാണ് സത്യം. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നായർ തറവാടുകളുടെ സ്വത്തും പിന്തുടർച്ചാവകാശവും മരുമക്കൾക്കോ മരുമക്കത്തായ സംബന്ധത്തിലുള്ള സഹോദരികളുടെ മക്കൾക്കോ ആയിരുന്നു ലഭിച്ചിരുന്നത്. അതായത് അമ്മാവന്റെ സ്വത്തിന്റെ അവകാശം മരുമക്കൾക്കാണ്. അതിനാൽ നായർ പുരുഷന്മാർ വിവാഹം കഴിച്ചാലും അവരുടെ ഭാര്യമാരും മക്കളും തറവാടിന്റെ സ്വത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നേയില്ല. ഈ സാഹചര്യത്തിലാണ് സംബന്ധം എന്ന ആചാരം ശക്തിപ്പെട്ടത് എന്നുകൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. സംബന്ധ ബന്ധങ്ങൾ പ്രധാനമായും 2 തരത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ഒന്ന് നമ്പൂതിരിമാരും നായർ സ്ത്രീകളും തമ്മിലുള്ള സംബന്ധമാണ്. 2 നായർ സമുദായത്തിലെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സംബന്ധം. ഇതിൽ നമ്പൂതിരിമാരുമായിട്ടുള്ള സംബന്ധം സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അതായത് നമ്പൂതിരി ഇല്ലങ്ങളിലെ മൂത്ത പുത്രൻ മാത്രമാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് വേലി, അതായത് വിവാഹം കഴിച്ചിരുന്നുള്ളൂ. ഇളയ നമ്പൂതിരിമാർക്ക് നായർ തറവാടുകളിലെ സ്ത്രീകളുമായി സംബന്ധത്തിൽ ഏർപ്പെടാമായിരുന്നു. ഈ ബന്ധം നായർ തറവാടുകൾക്ക് വലിയ സാമൂഹികമായ പദവിയും അതുപോലെ തന്നെ ജാതീയമായ മേൽക്കോയ്മയും നൽകിയിട്ടുണ്ട്. നായർ സ്ത്രീകൾക്ക് ഈ ബന്ധത്തിലൂടെ ലഭിക്കുന്ന സാമൂഹിക അംഗീകാരം തറവാടിന്റെ മൊത്തത്തിലുള്ള പദവി ഉയർത്താൻ സഹായിക്കുകയും ചെയ്തു. നായർ തറവാടുകളിലെ സ്ത്രീകൾക്ക് ഒന്നിലധികം സംബന്ധങ്ങൾ ഒരേ സമയം അനുവദനീയമായിരുന്നു ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വളരെയേറെ ശ്രദ്ധേയമാണ്. ഇത് മരുമക്കത്തായ ഘടനയിൽ അമ്മയുടെ സ്ഥാനം ഉറപ്പാക്കുന്നതിന് വലിയ കാരണമായിട്ടുണ്ട്. എന്നാൽ സംബന്ധം നിയമപരമായി ദുർബലമായ ഒരു ബന്ധമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ ബന്ധത്തിൽ പിറക്കുന്ന കുട്ടികൾക്ക് നമ്പൂതിരിയായിട്ടുള്ള പിതാവിന്റെ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല.
അവർക്ക് അവകാശം അമ്മയുടെ തറവാട്ടിലെ സ്വത്തിൽ മാത്രമായിരുന്നു. അതായത് അമ്മാവന്റെ കൈവശം എന്തുണ്ടോ അതാണ് മരുമക്കൾക്ക് കിട്ടുക. സംബന്ധ ബന്ധം എന്നത് പെട്ടെന്ന് വേർപെടുത്താവുന്നതാണ്. പുരുഷനോ സ്ത്രീയോ തമ്മിൽ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിച്ചാൽ മാത്രം മതി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നായർ സമുദായത്തിൽ ഉയർന്നു വന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NSS പോലെയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഇതിനൊക്കെ ഒരു അന്ത്യം കുറിക്കുന്നത്. ഈ സമ്പന്ന സമ്പ്രദായത്തെയും അത് നായർ സ്ത്രീകൾക്ക് നൽകുന്ന അരക്ഷിതാവസ്ഥയെയും കുറിച്ചും അതുപോലെ തന്നെ സ്വത്തവകാശമില്ലായ്മയെയും ശക്തമായി ചോദ്യം ചെയ്യാൻ NSS കൊണ്ട് സാധിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് 1930കളിലും മറ്റും മരുമക്കത്തായ സമ്പ്രദായം നിയമപരമായി നിർത്തലാക്കുകയും ആധുനിക വിവാഹ നിയമങ്ങൾ സമ്പന്നത്തെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തത്. അതായത് അത്ര കാലം നിന്നിരുന്ന ഒരു വിവാഹ സമ്പ്രദായം തന്നെ മാറ്റി കുറിച്ചുകൊണ്ടാണ് NSS മുന്നോട്ട് വരുന്നത്. ഇതാണ് നായന്മാരുടെ ചരിത്രം. എങ്ങനെയാണ് നായന്മാർ പ്രബല വിഭാഗമായിട്ട് ഇന്നും കേരളത്തിൽ നിൽക്കുന്നത് എന്നതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള വീക്ഷണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാവുന്നതാണ്. നന്ദി, നമസ്കാരം.